വ്യത്യാസം മനസ്സിലാക്കൂ. നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ് the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. നമുക്കൊന്ന് ടോർക്ക് 0 to 100 in 2.6 seconds. അമേരിക്കൻ എഡിഷൻ കാറാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെ കുറച്ച് ആയിട്ടുള്ളൊരു കാറാണ്. ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ വണ്ടി ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിൽ എന്തെങ്കിലും മാത്രം. 6200 cc എഞ്ചിൻ സൈസ്. ഇത് 8 സിലിണ്ടർ കാറാണ്. റണ്ണിങ്ങിൽ കൺവേർട്ടബിൾ ആണ്. അടി തട്ടുമെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലെവൽ കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി മുകളിലോട്ട് പോകും. അത് കാരണം നമുക്ക് അങ്ങനെ മേജർ ഗട്ടർ ഇമ്പാക്റ്റും ഹംപ് ഇമ്പാക്റ്റും വന്നിട്ടില്ല. Hi guys, welcome to another episode of ABCD. Yes, നമ്മൾ ഇന്നൊരു എൻട്രി ലെവൽ സ്പോർട്സ് കാറിന്റെ ഒരു റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സ്റ്റിംഗറെ കോർവെറ്റിന്റെ C8ന്റെ Z51 എഡിഷൻ ആണ് വിത്ത് സ്പോർട്സ് പാക്കേജ്. ഇത് 8 സിലിണ്ടർ കാറാണ്. റണ്ണിങ്ങിൽ കൺവേർട്ടബിൾ ആണ്. 6200 cc എഞ്ചിൻ സൈസ്. 0 to 100 in 2.6 seconds. ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു മിഡ് എഞ്ചിൻ വണ്ടിയാണ്. വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. അമേരിക്കൻ എഡിഷൻ കാറാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെ കുറച്ച് ആയിട്ടുള്ള ഒരു കാറാണ്. ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ വണ്ടി ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിൽ എന്തെങ്കിലും മാത്രം. ഈ മിഡിൽ എഞ്ചിൻ വണ്ടിയാണല്ലോ. സോ എന്തൊക്കെ ഒരു അഡ്വാൻറ്റേജസ് ആണ് മിഡിൽ എഞ്ചിൻ ആവുമ്പോൾ കിട്ടുന്നത്? ബേസിക്കലി സ്റ്റെബിലിറ്റിയിലും കേഴ്സും ടേൺസും എടുക്കുന്നതിലും എല്ലാം അതിനൊരു ഇമ്പാക്ട് ഉണ്ട്. മിഡിൽ എഞ്ചിൻ വളരെ കുറച്ച് ഉള്ളൊരു മോഡൽസ് ആണ് കൂടുതൽ സ്പോർട്സ് കാർസിന് വേണ്ടിയിട്ട്. വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് നോർമലി നമ്മുടെ ബാക്ക് എഞ്ചിനും ഫ്രണ്ട് എഞ്ചിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഫ്രണ്ടിലും ബാക്കിലുമാണ്. ഫ്രണ്ടിലും ബാക്കിലും ട്രങ്ക് ഉണ്ട്. ആക്ച്വലി ഷെവർലെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഷെവർലെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഷെവർലയുടെ ലോഗോക്കാലും കൂടുതൽ അവർ കോർവെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ഇത് സ്റ്റിംഗറെ എഡിഷന്റെ ആയതുകൊണ്ട് സ്റ്റിംഗറയുടെ ഒരു ലോഗോ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എന്താണ് ഈ ഒരു വണ്ടിയുടെ സ്പീഡ് കാര്യങ്ങൾ? സ്പീഡ് ആക്സലറേഷൻ വന്നിട്ട് 0 to 100 km in 2.6 seconds ആണ്. ടോപ്പ് സ്പീഡാണ് ചോദിക്കണമെങ്കിൽ ഞാൻ 308 കിലോമീറ്റർ പോയിട്ടുണ്ട്. പൊതുവെ പക്ഷേ ഈ കാർ എത്ര വരെ പോകാം? മേ ബി അതിലും കൂടുതൽ പോകായിരിക്കും. എനിക്കത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇതിന് കൺവേർട്ടബിൾ ആണ് ഈ ഒരു വണ്ടി. സോ എത്ര സ്പീഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട്? അത് സേഫ്റ്റി റീസൺസ് കൊണ്ടാണ്. അപ്പൊ നമ്മള് കൺവേർട്ടബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സാധനം എയറിന് ഓപ്പോസിറ്റ് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ് ടു 50 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് കൺവേർട്ടബിൾ ഓണും ഓഫും ചെയ്യാൻ പറ്റും. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് കൺവേർട്ടബിൾ ആക്കാനും തിരിച്ച് ക്ലോസ് ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ആ 50 കിലോമീറ്റർ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആവത്തില്ല, സേഫ്റ്റി റീസൺസ് കാരണം. നമ്മുടെ C8ന്റെ ടോപ്പ് ഓഫ് ദ റേഞ്ച് എഡിഷൻ ആണ്. അപ്പൊ അതില് നമുക്ക് ഒരു ലിഫ്റ്റ് കിറ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ് കിറ്റ്. ഫ്രണ്ടിൽ 3 ക്യാമറാസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഹമ്പിൽ വരുമ്പോഴത്തേക്കും നമുക്കത് അടി തട്ടുമെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലെവൽ കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് കിറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി മുകളിലോട്ട് പോകും. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ മേജർ ഗട്ടർ ഇമ്പാക്റ്റും ഹംപ് ഇമ്പാക്റ്റും വന്നിട്ടില്ല ഇതുവരെ. സോ ഇതിന്റെ റിമോട്ടിൽ ഭയങ്കര ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, നല്ല രസമുള്ള റിമോട്ടാണ്. ഇപ്പൊ ഇത് തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് നോർമൽ കാർ പോലെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർ റിമോട്ട്ലി സ്റ്റാർട്ട് ആക്കാം. ഒരു ചൂടത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എയർകോണൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിടാം. പിന്നെ ഫ്രണ്ടും ബാക്കും 2 ബൂട്ടും നമുക്ക് കാറിന് തന്നെ തുറക്കാൻ പറ്റും. പിന്നെ അലാം സൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പാർക്കിങ്ങിൽ മോളിൽ ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാർ എവിടെ അറിയത്തില്ലെങ്കിൽ നമുക്ക് അലാം ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ കൺവേർട്ടബിൾ നമുക്ക് റിമോട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് മുന്നേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാർ ഓട്ടോമാറ്റിക്കായിട്ട് 16 കൺട്രോൾസ് ഉണ്ട്. നമുക്ക് സീറ്റ് എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് ബാക്ക് സൈഡ് ഹിപ്പ് ഷോൾഡേഴ്സ് GT സീറ്റ്സ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആണ് അകത്ത്. ഞാനിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ കൊച്ചി 3 പ്രാവശ്യം വന്നിട്ട് പോയി. ട്രിവാൻഡ്രം കൊച്ചി ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മള് ബോണറ്റ് ഒന്ന് ആക്ച്വലി നമ്മളിപ്പോ കാറില് സാധാ കാറുകളെ പോലെയല്ല, ഇതൊരു ട്രങ്ക് സ്പേസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട്. നമുക്ക് ഇവിടെ എഞ്ചിനോ കാര്യങ്ങളോ പറഞ്ഞത് മിഡിലാണ് എഞ്ചിൻ വരുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് തരാൻ പോവാണ്. സൗണ്ട് എന്തോ. ഓക്കെ, എന്നിട്ട് ഇത് അടയോ? ഓക്കെ, അപ്പൊ ഈ ഒരു സ്പേസിലാണല്ലോ എഞ്ചിൻ വരുന്നത്. അതെ അതെ.
നമുക്കപ്പോ അതും ആക്ച്വലി ഭയങ്കര നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മള് ബാക്കിലെ ട്രങ്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു സൈലൻസറിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം സൈലൻസേ അല്ല. സോ അതിന്റെ പവർ ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ ചേട്ടാ? ഞാൻ മാറണോ? വേണ്ട. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത്രയും ഒരു സ്പോർട്സ് കാർ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഇവിടെ നമ്മുടെ ഇന്ത്യക്കാർ ചോദിക്കേണ്ട മൈലേജ് ആയിരിക്കും. എന്താണ് വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത്? മൈലേജ് ആയിട്ട് നോക്കിയിട്ടില്ല. പെട്രോൾ തീരുമ്പോൾ വീണ്ടും ഫുൾ ടാങ്ക് അടിക്കും. എല്ലാ ഫ്യൂലും ഇതിൽ അടിക്കാൻ പറ്റില്ല. XP98 മുകളിലുള്ളതാണ് അടിക്കുന്നത്. അപ്പൊ അത് ചുരുക്കം പമ്പുകളേ ഉള്ളൂ. അപ്പൊ എവിടെയൊക്കെ ആ പമ്പ് കാണുമ്പോ അപ്പൊ ഫിൽ ചെയ്ത് പോവാണ് അല്ലേ? നമ്മുടെ ഫ്രണ്ടിൽ ഈ കാണുന്ന രണ്ട് സംഭവങ്ങൾ ഇവിടുത്തെ ക്യാമറാസ് ആണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. സോ ഈ ഒരു ഭാഗത്ത് ഒരു കർവ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എഞ്ചിന് എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിപ്പം ഡോറ് തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹാൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഏരിയയുടെ താഴെയായിട്ട് ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. സോ നമ്മളത് പ്രസ് ചെയ്യുന്നു, തുറക്കുന്നു. ഓക്കെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബ്രാൻഡിങ് വളരെ അടിപൊളിയായിട്ടാണ് ഇവർ ഈ കാറിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ കാറിൽ കയറുന്ന ഈ ഒരു സ്പേസിലായാലും നമ്മൾ സ്റ്റിംഗ് റേ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബ്രാൻഡിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഈ സൈഡ് കംപ്ലീറ്റ് ക്ലൈമറ്റ് കൺട്രോൾസ് ആണ്. ഓക്കെ. AC ടെമ്പറേച്ചർ, സിങ്ക് ഓട്ടോ, ഹീറ്റഡ് സീറ്റ്, കൂൾ സീറ്റ്. മുമ്പൊരു ചൂട് സമയത്ത് പാർക്ക് ഇട്ട് വരണമെങ്കിൽ വന്നുകൊണ്ടെങ്കിൽ കൂളിംഗ് സീറ്റ് അടിച്ചു കഴിഞ്ഞാൽ സീറ്റ് മൊത്തം കൂളാവും. അതേപോലെ തന്നെ നമ്മളൊരു കോൾഡ് കൺട്രിയിലോ അല്ലെങ്കിൽ വേറെ പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ചും ചെയ്യാൻ പറ്റും. ഹീറ്റഡ് സീറ്റ്സ് ആക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റിയറിംഗ് സൈഡിലോട്ട് വരാം. ഇത് ഓട്ടോ ക്രൂസ് കൺട്രോൾ ആണ്. നമുക്ക് കിലോമീറ്റേഴ്സും ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഇത് ഓഡിയോ കൺട്രോൾസ് ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബട്ടണിലോട്ടൊന്നും പോകണ്ട, ഓഡിയോ കൺട്രോൾസ് ഇട്ട് തന്നെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇൻഫോർടൈൻമെന്റ് ആണ്. നമ്മുടെ മ്യൂസിക്, ബാക്കി സാധനങ്ങൾ, ഫോൺ സെറ്റിംഗ്സ്, ചേഞ്ചേഴ്സ്, വോളിയം ബട്ടൺസ്. പിന്നെ ഈ ബാക്കിൽ കാണുന്നതാണ് ഇതിന്റെ പാഡൽ ഷിഫ്റ്റേഴ്സ്. ഇപ്പൊ മാനുവൽ മോഡിൽ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ ഒരു മാനുവൽ കാർ ഓടിക്കും പോലെ ഇതിന്റെ പാഡൽ ഷിഫ്റ്റ് ചെയ്യാം. ഇത് F1 റേസസിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഗിയർ ഫീച്ചേഴ്സ് ആണ്. അതെ. പിന്നെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോസിന്റെ പെർഫോമൻസ് സീരീസിലുള്ള സൗണ്ട് സിസ്റ്റം ആണ്. ഓക്കേ. ബോസിന്റെ സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പെർഫോമൻസ് സീരീസ് ആണ്. പെർഫോമൻസ് സീരീസ്. വാവ്. ഭയങ്കര റിക്ലൈനർ സീറ്റ് കൂടാണ് അല്ലേ? മുകളിലോട്ട് വെക്കാം, താഴോട്ട് വെക്കാം, സൈഡിലോട്ട് ഹെഡ് റെസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കേ. നൈസ്. കാലിന്റെ അവിടെ പൊക്കാം. അതെ. അപ്പോൾ 14 ഡിഫറെന്റ് സെറ്റിംഗ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഒരു ഹമ്പിന്റെ ഫ്രണ്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ 3 ക്യാമറാസ് ഉണ്ട് ഫ്രണ്ടിൽ. ഇത് സെന്റർ, ലെഫ്റ്റ്, റൈറ്റ്. അപ്പൊ നമുക്ക് എവിടെയാണ് വണ്ടി തട്ടണമെന്ന് നോക്കാം. ഇപ്പം എന്താ പറയുക, ഹമ്പിന്റെ ലെവല് ഇതിൽ തട്ടുമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ലിഫ്റ്റ് ആയിട്ട് മുകളിലോട്ട് പോകും. അപ്പൊ അങ്ങനെയാണ് ഇത്ര പൊങ്ങിയൊക്കെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഹമ്പ് തട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു പോകാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ്. ഇത് ഇതിന്റെ ഒരു മേജർ ഇതാണ് ആക്ച്വലി മോഡ് ബട്ടൺസ്. നമുക്കിപ്പോ ഇതിൽ ട്രാക്ക് മോഡാണ് കിടക്കുന്നത്. അപ്പൊ ട്രാക്ക് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയണേ, നോർമലി ഒരു റേസ് സ്പോർട്സ് ട്രാക്കിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ കാറ് കൺവേർട്ട് ആവും. അതേപോലെ തന്നെ വേറെ മോഡ്സ്, സ്പോർട്സ് മോഡ് ഉണ്ട്, ടോർ മോഡ് ഉണ്ട്. ടോർ മോഡ് നമ്മുടെ ലോക്കൽ റോഡ്സിൽ യൂസ് ചെയ്യുന്ന ടോർ മോഡ്സ് ആണ്. പിന്നെ മൈ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് ഉണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. ആക്ച്വലി നമുക്ക് തന്നെ പ്രോഗ്രാം ചെയ്ത് ട്യൂൺ ചെയ്ത് എഞ്ചിൻ പെർഫോമൻസ്, സൗണ്ട്, ബ്രേക്ക് ലെവൽ, സ്റ്റിയറിംഗ് ലെവൽ, സസ്പെൻഷൻ ലെവൽ, എക്സോസ്റ്റിന്റെ സൗണ്ട് ലെവൽസ് എല്ലാം നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ടോർക്ക് എടുത്തിട്ട് വരാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് ടോർക്ക് ഞാൻ പറഞ്ഞു നിർത്തി. എനിക്ക് ഇതെന്നെ വേണം. ഞാൻ ടോർക്കുന്നു. ആക്ച്വലി ഭയങ്കര അപ്പഴേക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ടൈറ്റൻ ആയില്ലേ? ഓ വാവ്. ഓക്കെ. ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യും. ആക്ച്വലി നമ്മളെ ഞാൻ ആലോചിക്കുമ്പോ ചേട്ടൻ എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കാറെടുത്തൊക്കെ ഇറങ്ങുക അല്ലേ? യു ഡു ദാറ്റ്? ഓ നൈസ്. അത് ഭയങ്കര ഒരു ആക്ച്വലി ഭയങ്കര ഒരു തെറാപ്പി പോലെയാണ്. നമുക്ക് ഇതിരിക്കുമ്പോ വീൽ ഫീൽ ഹാപ്പി. ഒന്നുകൂടെ. ഓക്കെ. സോ ആക്ച്വലി ഇപ്പം ഒരു സ്പോർട്സ് കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഒരു കോവറ്റ് ഓൺ ചെയ്യുന്ന ഒരാള്, അതുപോലെ തന്നെ ആൾക്കാർ പല രീതിക്കും സർപ്രൈസ്ഡ് ആയിരിക്കും എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പൊ എന്താണ് ചേട്ടന്റെ കംപ്ലീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് എന്റെ ഓർഗനൈസേഷന്റെ പേര്. ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പോ മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആണ്. നമ്മള് UAE, ബഹ്റൈൻ, ഒമാൻ, ഇപ്പൊ നമ്മളൊരു 13 months ആയിട്ട് ഇന്ത്യയിൽ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോ മെക്കാനിക്കൽ, സെക്യൂരിറ്റി സിസ്റ്റംസ്, ജനറൽ ട്രേഡിംഗ്, അങ്ങനെ ഡിഫറെന്റ് ബിസിനസ് വെർട്ടിക്കൽസ് ഉണ്ട്. വേറെ കാറുകളുണ്ടോ? വേറെ ഏതൊക്കെ ടൈപ്പ് ഓഫ്? ഇപ്പൊ എനിക്ക് ബ്രാബസ് 800 എന്ന് പറഞ്ഞിട്ട് ഒരു കാറുണ്ട്. അത് മെഴ്സിഡീസ് ബെൻസിന്റെ G ക്ലാസ് എഡിഷനിൽ വരുന്നതാണ്. ഒരു G വാഗൺ. അപ്പൊ അതില് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 6700 cc ആണ്, 800 ഹോഴ്സ് പവർ കാറാണ്. അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അത് അവിടെ ഉള്ളത് 12 സിലിണ്ടർ കാറാണ്. പിന്നെ ഒരു ലോട്ടസ് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു മസറാട്ടി ഉണ്ട്, ഗിബ്ലി. പിന്നെ ഒരു വോൾവോ സൂപ്പർ ചാർജ് ഉണ്ട്. ഒരു ഇൻഫിനിറ്റി G37S ഉണ്ട്. പിന്നെ നാട്ടില് എനിക്ക് വേറൊരു പോർഷ് കൈൻ കൂടി ഉണ്ട്. അപ്പൊ നാട്ടിലത്തെ റോഡിന് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നല്ലത് പോർഷ് കൈൻ ആണ്. അവിടെ നാട്ടിലൊരു പോർഷ് കൈൻ കൂടി ഉണ്ട്. ഇത്ര കാറുകളാണ് ഇദ്ദേഹം ഓൺ ചെയ്തിരിക്കുന്നത് ഗൈസ്. സോ ആക്ച്വലി നമ്മൾ വൈൻഡ് അപ്പ് വന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ആൻ എക്സ്പീരിയൻസ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച്. ബിക്കോസ് നമുക്ക് പുറമേ ഉള്ളവർക്ക് ഈ ഒരു കാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് സ്പെഷ്യലി ഐ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എനിവേ. സോ എനിവേ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കോർവെറ്റ് സ്റ്റിംഗ്റേ C8 Z51. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം see you guys അടുത്ത വീഡിയോയിൽ. ബൈ. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപു നന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.